ആശാവർക്കർമാരുടെ പേരിൽ കേരളത്തിൽ നടക്കുന്ന സമരം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനാണെന്ന് ആശാ വർക്കേഴ്സ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് പി പ്രേമ. ദില്ലിയിൽ നടന്ന ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ കൺവെൻഷനിൽ പങ്കെടുത്തതിനു ശേഷം കൈരളി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു പി പ്രേമ. ആശാവർക്കർമാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം തുടരാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ആശാ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ കൺവെൻഷൻ. ദില്ലി സുർജിത് ഭവനിൽ നടന്ന കൺവെൻഷൻ CITU അഖിലേന്ത്യാ പ്രസിഡന്റ് ഹേമലത ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക, സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ തുടരുന്നത് മുഖം തിരിഞ്ഞ സമീപനമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. രാജ്യത്ത് ആശാവർക്കർമാരുടെ ഓണറേറിയം ഉയർത്തുന്നതിലടക്കം മാതൃകാപരമായ സമീപനം സ്വീകരിച്ച കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് SUCA സമരത്തിന് പിന്നിലെന്ന് ആശാ വർക്കേഴ്സ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് പി പ്രേമ പറഞ്ഞു. ഇത് ഒരു ആശ എന്നുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള സമരമല്ല, മറിച്ച് ഈ ഭരണത്തെ അട്ടിമറിക്കാൻ ഏത് വിധത്തിലുള്ള ഇടപെടൽ നടത്താം എന്നുള്ള പരിശോധനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളതുപോലെ ഒരു അടവ് നയം പ്രയോഗിച്ച് നോക്കിയാൽ ഈ ഭരണം അട്ടിമറിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരിശോധനയാണ്. പക്ഷെ അത് വിജയിക്കില്ല എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ മറിയം ദാവ്ളെ, കിസാൻ സഭ ഫിനാൻസ് സെക്രട്ടറി P കൃഷ്ണപ്രസാദ്, CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AR സിന്ധു, AWFFI ജനറൽ സെക്രട്ടറി മധുമിത ബന്ദോപാധ്യായ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.